ഒരു കോൾ വന്നപ്പോൾ ഫോൺ എടുത്തതാ. പിന്നെ റീൽസ് നോക്കി നോക്കി അങ്ങനെ മണിക്കൂറുകൾ പോയതറിഞ്ഞേയില്ല. ഇങ്ങനെ പറയുന്നവരാണോ നിങ്ങൾ? ഒരു നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് മണിക്കൂറുകൾ ഒരേ ഇരിപ്പിൽ റീൽസുകൾ കണ്ടിരിക്കാറുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് വരാൻ സാധ്യതയുണ്ട്. ബ്രെയിൻ ഫോഗ് എന്നാൽ തലച്ചോറിന്റെ ക്ഷീണം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ, ഓർമ്മക്കുറവ്, വ്യക്തതയില്ലായ്മ തുടങ്ങിയ അവസ്ഥകളാണ്. ഉറക്കക്കുറവ്, സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, അമിതമായ സ്ക്രീൻ ടൈം തുടങ്ങിയ കാരണങ്ങളാൽ ബ്രെയിൻ ഫോഗ് സംഭവിക്കാം. അടിക്കടി ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോവുക, ശരിയായ പദങ്ങൾ കണ്ടെത്താനുള്ള പ്രയാസങ്ങൾ, അമ്പരപ്പും ആശയക്കുഴപ്പവും അനുഭവപ്പെടുക, കഠിനമായ തലവേദന, പതിവിലും സാവധാനത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുക, മൂഡ് സ്വിംഗ് എന്നിവയാണ് ബ്രെയിൻ ഫോഗിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് തടയാനായി സ്ക്രീൻ ടൈം കുറച്ച് ബ്രെയിൻ ആക്റ്റീവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധ്യമെങ്കിൽ സ്മാർട്ട് ഫോണുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, ടാബ്ലറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ബോധപൂർവമായ നിയന്ത്രണം വരുത്താൻ ശ്രമിക്കുക. ഉറക്കം, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ പാലിക്കുക. മെഡിറ്റേഷൻ പോലുള്ള മാനസിക വിശ്രമ രീതികളും ബ്രെയിൻ ഫോഗിന് ഫലപ്രദമാണ്. ബ്രെയിൻ ഫോഗ് ഒഴിവാക്കാൻ സ്ക്രീൻ സമയം മാനേജ് ചെയ്യുന്നത് പ്രധാനമാണ്. ബ്രെയിൻ ഫോഗ് കുറഞ്ഞതായി തോന്നുന്നില്ലെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. ഒരു ന്യൂറോളജിസ്റ്റിനെ സന്ദർശിക്കുന്നതാണ് ഉചിതം.